ഇന്ന് ജനുവരി 26 നാം നമ്മുടെ ഭരണഘടനയെ ആഘോഷിക്കുന്ന ദിവസം. നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നാം ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഭരണഘടന രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന്. തുടർന്ന് ആമുഖം പറയുന്നു, ഇന്ത്യയാകണമെങ്കിൽ 5 ഗുണങ്ങൾ ഉണ്ടാവണം. ഇന്ത്യ ഒരു പരമാധികാര മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാജ്യമാകണം. കൂടാതെ ഇന്ത്യ അതിലെ പൗരന്മാർക്ക് 4 കാര്യങ്ങൾ ഉറപ്പുവരുത്തണം: നീതി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവയാണവ. ഈ 5 ഗുണങ്ങൾ ഇല്ലാതെയായാൽ, ഈ 4 കാര്യങ്ങൾ പൗരന്മാർക്ക് ലഭിക്കാതെ ഇരുന്നാൽ ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെടും, ഇന്ത്യയല്ലാതായി മാറും എന്നാണ് അതിന്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം ജനുവരി 25 ദേശീയ വോട്ടവകാശ ദിനം കൂടിയായിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 പറയുന്ന 18 വയസ്സ് പൂർത്തിയായ ഓരോ ഇന്ത്യൻ പൗരനും വോട്ടിന് അവകാശം ഉണ്ടായിരിക്കണം എന്നത് പ്രായോഗികവൽക്കരിക്കുക എന്നുള്ളതാണ് ദിനാചരണത്തിന്റെ ഉദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ മൻ കി ബാത്തിൽ നടത്തിയ വാഗ്ധോരണികളും നമ്മൾ കേൾക്കുകയുണ്ടായി. രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളും ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, പ്രത്യേകിച്ച് വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന SIR നടപടിക്രമങ്ങൾ രണ്ടും 2 ദിശയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യമുണ്ടെങ്കിൽ ഓരോ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാകണം. നീതി ഉണ്ടെങ്കിൽ ഒരാളും അന്യായമായി പുറത്താക്കപ്പെടാൻ പാടില്ല. സമത്വമുണ്ടെങ്കിൽ എല്ലാവർക്കും നിയമം ഒരേപോലെ നടപ്പിലാക്കപ്പെടണം. എല്ലാറ്റും ഉപരി സുതാര്യത ഉണ്ടാവണം. ഇന്ന് നടക്കുന്ന SIR നടപടിക്രമങ്ങളിൽ ഇതെല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. രാജ്യത്തെ വോട്ടർമാരുടെ പട്ടിക കാലാനുസൃതമായി പുതുക്കുക എന്നുള്ളത് പുതുമയുള്ള കാര്യമല്ല. അതേസമയം SIR നടപടിക്രമങ്ങൾ രാജ്യത്തെ ഭരണകൂടം അതിന്റെ ഗൂഢ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കേരളത്തിന് മുമ്പ് SIR നടപടിക്രമങ്ങൾ പൂർത്തിയായ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങളാണ്. ഭരണകൂടത്തിന് അപ്രിയരായ ആളുകളാണ് അത്തരം സംസ്ഥാനങ്ങളിൽ കൂടുതലായും പുറന്തള്ളപ്പെട്ടത് എന്നുള്ളതാണ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാരണം, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SIR നടപടിക്രമങ്ങളുടെ ട്രാക്ക് റെക്കോർഡാണ്. മരിച്ചവരെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളെ ആദ്യഘട്ടത്തിൽ പുറന്തള്ളി. അതിൽ ജീവിച്ചിരിക്കുന്ന പലരും ഉണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ 2002 വോട്ടേഴ്സ് ലിസ്റ്റുമായി മാപ്പിംഗ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളെ പുറന്തള്ളി. 2024 ഏറ്റവും അവസാനത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായി. അത് മാറ്റിവെച്ച് 2002 വോട്ടേഴ്സ് ലിസ്റ്റുമായി മാപ്പിംഗ് ചെയ്യുന്നതിന്റെ ലോജിക്ക് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. 2002 ഒരു SIR നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അതിനുശേഷം വീണ്ടും ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞ് പേരിലും വയസ്സിലും അഡ്രസ്സിലൊക്കെയുള്ള മിസ്മാച്ച് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ വീണ്ടും പുറന്തള്ളിയിരിക്കുകയാണ്. ഏതായാലും ഫൈനൽ ലിസ്റ്റ് വരുമ്പോ എത്ര ആളുകൾ ആ ലിസ്റ്റിൽ ഇടം പിടിക്കും എന്നുള്ളതിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. എല്ലാറ്റിനും ഉപരിയായി ഇതില് സുതാര്യതയുടെ കുറവാണ് നാം കാണുന്നത്. ഇന്ന് ഈ IT യുഗത്തിൽ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന, എന്നും തുറന്നു വെക്കാൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സങ്കീർണമായി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. ആർക്ക് ആരെ സമീപിക്കണം, എവിടെ സമീപിക്കണം, എപ്പോൾ സമീപിക്കണം, എന്തെല്ലാം രേഖകൾ ഹാജരാക്കണം, എപ്പോൾ അവർക്ക് നോട്ടീസ് ലഭിക്കും, നോട്ടീസ് ലഭിച്ചാൽ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പൗരന്മാർക്ക് കൃത്യമായി സമയാസമയങ്ങളിൽ അറിയിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ടായിരിക്കെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ തീർത്തും സുതാര്യമല്ലാത്ത രീതിയിലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ഈ ദിവസത്തിൽ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന സന്ദേശമായി പറയാനുള്ളത് SIR-നെ പറ്റി തന്നെയാണ്. ഭരണകൂടം പല കാരണങ്ങൾ പറഞ്ഞ് നമ്മെ പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ അകത്താവേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഭരണഘടന നമുക്കതിന് അവകാശം നൽകുന്നുണ്ട്, അത് ആരുടെയും ഔദാര്യമല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അതിനുള്ള അവസരം ഈ മാസം 30 വരെ നമുക്ക് നീട്ടിക്കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെ ജാഗ്രതയോടെ സമീപിക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനാവൂ. ഏതായാലും ഏവർക്കും ഹൃദ്യമായ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു.